നമസ്കാരം, ഞാൻ ആരതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്നി മാട്രസസ്. തച്ചങ്കരിയിൽ അതൃപ്തി. ടോമിൻ തച്ചങ്കരിയുടെ നിയമനത്തിൽ അതൃപ്തി അറിയിച്ച് ഹൈക്കോടതി. ആരോപണ വിധേയനായ ആളെ സുപ്രധാന പദവിയിൽ എന്തിനു നിയമിച്ചെന്ന് കോടതി. സത്യവാങ്മൂലം സമർപ്പിക്കാൻ വൈകുന്നത് സെൻകുമാർ വിരമിക്കാത്തതിനാലാണോ എന്നും ചോദ്യം. കേസ് ഈ മാസം 28-ന് വീണ്ടും പരിഗണിക്കും. അതിനിടെ പോലീസ് സേനയെ ദുരുപയോഗം ചെയ്യുന്ന ജനപ്രതിനിധികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ടോമിൻ തച്ചങ്കരി. പോലീസുകാർ ദാസ്യപ്പണിയെടുക്കേണ്ടവരല്ല. ജഡ്ജിമാരും ജനപ്രതിനിധികളും സ്വന്തം മണ്ഡലത്തിലേക്ക് പോകാൻ പോലും പോലീസുകാരെ അനാവശ്യമായി അകമ്പടിക്ക് വിളിക്കുന്നു. സ്വീകാര്യമല്ലാത്ത കാര്യങ്ങൾ തുറന്നു പറയാൻ പോലീസുകാർ തയ്യാറാകണമെന്നും ADGP. മർദ്ദനം വേണ്ടെന്ന് ജേക്കബ് തോമസ്. IMG ഡയറക്ടർ സ്ഥാനം ഏറ്റെടുത്തതിനു പിന്നാലെ പോലീസ് സേനയിൽ സമഗ്ര ശുദ്ധികലശത്തിന് ഒരുങ്ങി ജേക്കബ് തോമസ്. എല്ലാ വകുപ്പുകളിലും ഇടപെടുമെന്ന മുന്നറിയിപ്പ്. ജനങ്ങളെ തല്ലിച്ചതയ്ക്കുന്ന പോലീസുകാർക്ക് തിരുത്താൻ പരിശീലനം നൽകും. റവന്യൂ വകുപ്പിലെ അഴിമതി തടയാൻ പഠനം നടത്തുമെന്നും ജേക്കബ് തോമസ്. പുതുവൈപ്പിലെ ജനകീയ സമരത്തെ നേരിട്ട പോലീസ് നടപടി തെറ്റെന്ന് ജേക്കബ് തോമസ്. സമരക്കാരെ മർദ്ദിച്ചത് ശരിയായില്ല. പോലീസ് ജനങ്ങളെ സഹോദരങ്ങളെ പോലെ കാണണമെന്നും വിശദീകരണം. പ്രതികരണം പോലീസ് നടപടി ന്യായീകരിച്ചുള്ള DGPയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ. പുതുവൈപ്പിനിൽ മാസങ്ങളായി തുടർന്ന ഉപരോധം ഒത്തുതീർപ്പായത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമവായ ചർച്ചയിൽ. LPG പ്ലാൻ മൂലമുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ച സർക്കാർ റിപ്പോർട്ട് ലഭിക്കും വരെ സംഭരണശാല നിർമ്മാണം നിർത്തിവയ്ക്കാൻ IOCയോട് ആവശ്യപ്പെട്ടു. അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. കോഴിക്കോട്ട് വില്ലേജ് ഓഫീസിലെ കർഷക ആത്മഹത്യയിൽ അന്വേഷണം പ്രഖ്യാപിച്ച റവന്യൂ മന്ത്രി. ബന്ധുക്കളുടെ ആരോപണത്തിൽ സമഗ്ര റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രാഥമിക വിവരങ്ങൾ സ്വീകരിച്ചു തുടങ്ങിയതായി കളക്ടർ UV ജോസ്. സംഭവത്തിൽ കോഴിക്കോട് ചെമ്പനോട വില്ലേജ് അസിസ്റ്റന്റ് സിരീഷിന് സസ്പെൻഷൻ. കളക്ടറുടെ നടപടി റവന്യൂ മന്ത്രിയുടെ ഉത്തരവനുസരിച്ച്. ആത്മഹത്യ ചെയ്ത ജോയിയുടെ നികുതി സ്വീകരിക്കാനുള്ള നടപടികൾ ഇന്ന് തന്നെ സ്വീകരിക്കുമെന്നും പ്രഖ്യാപനം. കൈവശ ഭൂമിക്ക് നികുതി സ്വീകരിക്കാൻ വില്ലേജ് അധികൃതർ തയ്യാറാകാത്തതിൽ മനംനൊന്ത് കർഷകൻ ആത്മഹത്യ ചെയ്തത് ഇന്നലെ. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ മുഖം തിരിക്കുന്ന ഉദ്യോഗസ്ഥരെ സർക്കാർ സംരക്ഷിക്കില്ലെന്ന് മന്ത്രി M മണി. വില്ലേജ് ഓഫീസിന് മുന്നിൽ നിന്ന് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ജോയിയുടെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദി വില്ലേജ് ഓഫീസ് അധികൃതരെന്ന കുടുംബം. പ്രതിരോധത്തിന് പല വഴി. സംസ്ഥാനത്ത് പനിമരണങ്ങൾ തുടർക്കഥയാകുന്നതിനിടെ പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യാൻ നാളെ സർവകക്ഷി യോഗം. ജില്ലകളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കൂടിയാലോചനകൾ. 27, 28, 29 തീയതികളിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തി സമഗ്ര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് സർക്കാർ. പനി പ്രതിരോധത്തിന് മണ്ഡലാടിസ്ഥാനത്തിൽ MLAമാരുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗങ്ങൾ. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ 1 ഡോക്ടറെയും സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിൽ 2 ഡോക്ടർമാരെയും തദ്ദേശ സ്ഥാപനങ്ങൾ നിയമിക്കും. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഹരിത കേരള മിഷന്റെ ഭാഗമായി നടപ്പാക്കിയെങ്കിലും ഉദ്ദേശിച്ച ഫലം ലഭിച്ചില്ലെന്ന മുഖ്യമന്ത്രി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്നി മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.